ഹലോ. അപ്പോൾ നമ്മുടെ ഉത്സവ വിശേഷം അടുത്ത വീഡിയോയിലേക്കും ലാസ്റ്റ് വീഡിയോയിലേക്കും സ്വാഗതം. നമ്മുടെ ഉത്സവ വിശേഷങ്ങൾ ഈ വീഡിയോയോട് തീരുക. ഞാൻ പറഞ്ഞില്ലേ, ദേവിയുടെ തിടമ്പെഴുന്നള്ളത്ത് വരുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് എത്തണമെന്ന്. പക്ഷേ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. ആറാട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളെത്തിയത്. അപ്പോൾ വന്ന സമയത്താണെങ്കിൽ ദേവി നന്നായിട്ട് അവിടെ ആറാടുമായിരുന്നു കേട്ടോ. ഈ തിരുമേനി ഉണ്ടല്ലോ, ഇത് തോളിലേറ്റുന്ന പുള്ളിക്ക് അങ്ങ് അനുഗ്രഹം കൊണ്ടു. അങ്ങനെ ആരൊക്കെ പിടിച്ച് വലിച്ചിട്ടും പുള്ളി ദേവിയുടെ തിടമ്പ് നിലത്ത് വെക്കണില്ലായിരുന്നു. അങ്ങനെ ഇത് വെച്ചിട്ടല്ലേ പറ്റൂ. പിന്നെ അമ്പലത്തിലടുത്ത് പൂജകളും കൊടിയിറക്കവും ദീപാരാധനയും തിരുവിടുത്തമൊക്കെ ഇല്ലേ, അതിന് സമയമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചിട്ടാണ് അത് നിലത്ത് വെച്ചത്. അത് നിലത്ത് വെച്ചപ്പോൾ തിരുമേനി അങ്ങ് തലകറങ്ങി വീണു. പിന്നെ പുള്ളിയെ കൊണ്ടുപോയി വെള്ളമൊക്കെ തലയിപ്പിച്ച് അണിയിപ്പിച്ചത്. അതിനുശേഷം കൊടിയിറക്കമായിരുന്നു. കൊടി ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം കൊടി കയറുമ്പോൾ നമുക്ക് സന്തോഷവും, കൊടി ഇറങ്ങുമ്പോൾ സങ്കടവും. കാരണം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പല്ലേ ഉത്സവത്തിന്. ഇനി ഒരു വർഷം കാത്തിരിക്കണം അടുത്ത ഉത്സവത്തിന്. കൊടിയൊക്കെ ഇറങ്ങി അതിനുശേഷം ദീപാരാധന ഉണ്ടായിരുന്നു. നമുക്ക് 2 ദേവിയുടെ അമ്പലമുണ്ട്, മെയിൻ ദുർഗയും ഭദ്രയും. അപ്പോൾ 2 അമ്പലത്തിലും ദീപാരാധനയുണ്ട്. ദീപാരാധന തൊഴാൻ വന്നപ്പോൾ 2 സുന്ദരി മണികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഇവിടെ. കസിൻ്റെ മക്കളാണ്. ചെണ്ടമേളം കേട്ടതിനൊപ്പം രണ്ടും കൂടെ കിടന്ന് തുള്ളുക. അതിനുശേഷമായിരുന്നു തിരുപിടുത്തം. തിരുപിടുത്തം നമ്മുടെ അമ്പലത്തിലെ ഒരു മെയിൻ വഴിപാടാണ് കേട്ടോ. ഞങ്ങളുടെ ഭാവിക്ക് 2 പൂവ് കിട്ടിയുണ്ടോ തലയിൽ വെക്കാൻ. ദേവിയുടെ ആ തിടമ്പിൻ്റെ അകത്തുനിന്ന് പോയതാണ്, അതെടുത്ത് വെച്ച്. ഞാനും ഭാവേ ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട ഡ്രസ്സാണ്. ഞങ്ങൾ ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ അമ്മയും മോളയും പോലെ ആയിരിക്കണേ. അവളുടെ അമ്മ പക്ഷേ വേറെ ഡ്രസ്സായിരുന്നു ഇട്ടത്. അതിനുശേഷം പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലെ വെടിക്കെട്ടായിരുന്നു. ഞങ്ങളുടെ വാവ വെടിക്കെട്ട് കേട്ടപ്പോൾ പേടിച്ചു പോയി. അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ടു. വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അവിടെ കച്ചവടക്കാർ പോലും അധികം ഇല്ലായിരുന്നു. കാരണം വേറെ സ്റ്റേജ് പ്രോഗ്രാമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ അമ്പലത്തിലായ പൂജകളും കാര്യങ്ങളും അങ്ങനത്തെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ബലൂൺ കച്ചവടക്കാരനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബലൂൺ വാങ്ങിച്ചു. അവിടെ നിന്ന് എല്ലാ പിള്ളേരും, വേറെ കച്ചവടക്കാരില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ലല്ലോ, എല്ലാവരും കയ്യിൽ ഓരോ ബലൂൺ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ബലൂൺ തട്ടിക്കളിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ബലൂണൊക്കെ തട്ടിക്കളിച്ച് പാവയ്ക്ക് ഓരോരുത്തരുടെയും കയറിക്കുന്ന കാണുമ്പോൾ ഓരോ കളറും വേണമായിരുന്നു. അങ്ങനെ ഭാവയും ഭാവയുടെ ചേട്ടനും കൂടെ വഴക്കൊക്കെയായി. ഇത് എൻ്റെ നാട്ടിലെ കൂട്ടുകാരാ, സന്ദീപും കണ്ണനും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് 2 പേരോടെ മിസ്സ്. എൻ്റെ മീനുണ്ട്, ദീപിനുണ്ട്. ദീപിന് അവിടെ ഉണ്ടായിരുന്നു. അവനുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ വീഡിയോ എടുത്തപ്പോൾ അവനില്ല. മീനും ഉത്സവത്തിന് വന്നില്ല. അവിടെ നന്നായിട്ട് ഞങ്ങൾക്ക് മിസ് ചെയ്തു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, സ്മാർട്ട് എന്നും പറഞ്ഞിട്ട്. ഞങ്ങളൊരു ഗ്യാങ്ങൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വന്നു ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം അവിടെ കടകളൊന്നും ഇല്ലല്ലോ. ഉത്സവം സമാപിക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണമല്ലോ, അതാണല്ലോ മെയിൻ. ഇതെൻ്റെ അനിയനാണ് കേട്ടോ, എൻ്റെ കൊച്ചിച്ചൻ്റെ മോനാണ്. അവനെ കറയ്ക്കാണ് ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നത്. ഇതെൻ്റെ അനിയത്തിയാണല്ലോ, അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ബാക്കിൽ നിൽക്കുന്ന എൻ്റെ അനിയത്തിയാണ്, എൻ്റെ കൊച്ചിച്ചൻ്റെ മോളാണ്. കൊച്ചിൻ്റെ 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. പിന്നെ എൻ്റെ മോനും പിന്നെ അനിയത്തിയുടെ മോനുമാണുള്ളത്. അപ്പം ഉത്സവ വിശേഷം ഇതോടെ തീർന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ.